ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എം ഫേസ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർഫേസ് പറഞ്ഞു, ഇന്റർഫേസിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പറഞ്ഞു. ഇനി അതെങ്ങനെയാ ഒരു സെൽ ഗ്രോത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ എം ഫേസിൽ കാണാൻ പോകുന്നത്. എം ഫേസ് ഇറ്റ് ഹാസ് കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഡിവിഷൻ ആണ്, സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ആണ്. സോ ഹിയർ എം ഫേസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 stages as karyokinesis and cytokinesis. Karyo means nucleus, cyto means cell, kinesis means division. So first we will see karyokinesis. Karyokinesis it include 4 stages: prophase, metaphase, anaphase, telophase. Okay, ഈ കാരിയോകൈനസിന് 4 സ്റ്റേജസ് ആണുള്ളത്. കാരിയോകൈനസിസ് 4 സ്റ്റേജിലാണ് നടക്കുന്നത്. പക്ഷേ ഈ കാരിയോകൈനസിസ് നമ്മൾ 4 സ്റ്റേജിലാണ് നടക്കുന്നതെന്ന് പറയുമ്പോഴും ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഇത്ര വരെ ഒരു ഫേസിനെ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇത്ര വരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഫേസിൽ തന്നെ നടക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രോഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മെറ്റാഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അനാഫേസിലെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ടീലോഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പറഞ്ഞേക്കുന്ന അനുസരിച്ച് വേണം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എം ഫേസിലെ കാരിയോകൈനസിസിൽ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് എന്നൊരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ക്ലിയർ ഡിവിഷൻ അല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ടു എ സർട്ടൻ സ്റ്റേജ് വെൻ ഇറ്റ് റീച്ചസ് വി ആർ സെയിങ് ടിൽ ഹിയർ ഇറ്റ് ഈസ് പ്രോഫേസ്, ടിൽ ഹിയർ ഇറ്റ് ഈസ് മെറ്റാഫേസ്, ടിൽ ഹിയർ ഇറ്റ് ഈസ് അനാഫേസ്. അങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് വിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ കഴിയില്ല അവിടെ. പക്ഷെ നമ്മുടെ NCERT കൊടുത്തേക്കുന്ന അനുസരിച്ച് നമ്മൾ പഠിക്കുകയും വേണം. സോ ഹിയർ വി വിൽ സി വാട്ട് ഇറ്റ് ഹാസ് ഗിവൻ ഇൻ prophase, metaphase, anaphase and telophase. So first one it is prophase. Prophase in which what we can see? Prophase in which we can see synthetic phase le ഉണ്ടായിട്ടുള്ള chromatin thread, sister chromatids, it will undergo condensation reaction with the help of non-histone protein. Non-histone protein produce ചെയ്യുന്ന G1 phase-ലും S phase-ലും G2 phase-ലും with the help of non-histone protein it will be condensed as the chromosome. അതായത് ക്രോമസോം കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഫേസിലാണ്. ക്രോമസോം കണ്ടൻസേഷൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഇൻ പ്രോഫേസ്. അപ്പോൾ നമ്മൾ ഈ സിന്തറ്റിക് ഫേസ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലിരിക്കുന്ന ക്രോമാറ്റിൻ ത്രെഡ്സ് ഇതാ ഇതേപോലെ ആയിരിക്കും ഇരിക്കുക അല്ലേ. Here we can see this is single chromosome with its sister chromatid attached in the centromere region. Centromere region it will be having a kinetochore protein. 2 kinetochore protein തമ്മിൽ നല്ല അഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആവാതെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ദിസ് ഹാസ് ടു അണ്ടർഗോ കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ നടന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അത് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഹിയർ ഫോർ ദ കണ്ടൻസേഷൻ this chromatin thread it will be wound on the surface of a non-histone protein. Histone protein എവിടെ ഉണ്ടാകുന്നത്? സിന്തറ്റിക് ഫേസിൽ. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ G1, S and G2 phase 3 സ്റ്റേജിലും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. So here we can see this structure will be changed as this. So this is a single chromosome with its sister chromatid. This is a single chromosome with its sister chromatid. ഇത് രണ്ടുമാണ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ എക്സ് ഷേപ്പ് ഉള്ള ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് അല്ല ഒരു സിംഗിൾ ക്രോമസോം വിത്ത് ഇറ്റ് സിസ്റ്റർ ക്രോമാറ്റിഡ് അത് സെൻട്രോമിയർ റീജിയനിലിരിക്കുന്ന കൈനറ്റോകോറിൽ ജോയിൻ ചെയ്ത് അറ്റാച്ച് ചെയ്തായിരിക്കും കാണാം. ഓക്കെ, so the condensation of this sister chromatids it occurs during the prophase. Prophase-ൽ ഇതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ജോയിൻ ചെയ്ത് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ if you are saying this in a cell, ഇത് ഒരു സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് ആണ് അല്ലേ. So here we know in the synthetic phase the centrosome also has been divided into 2. സെൻട്രോസോം എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. So the centrosome it consists of 2 centrioles like this, right? 2 centrioles ഉള്ള ഒരു സെൻട്രോസോം ഉണ്ട്. This centrosome it is divided and it will be started moving towards the opposite pole. അത്
ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഒപ്പം തന്നെ they will start producing the spindle fibers in the form of asters. Okay, ഇത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്ത് തുടങ്ങുന്നതും പ്രോഫേസിലാണ്. അതേപോലെ തന്നെ സെൻട്രോസോം ഒരൊറ്റ പോളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇരിക്കുന്ന സെൻട്രോസോം ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ വി ക്യാൻ സി അറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് പ്രോഫേസിന്റെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയും ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റാർട്ട് ഡിസൻറ്റഗ്രേറ്റിംഗ് ഇൻ ദ സെൻസ് ഇതിങ്ങനെ പതുക്കെ അവിടെ ഇവിടെയൊക്കെ വിണ്ട് പൊട്ടി പോയേക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ് ഡിസൻറ്റഗ്രേറ്റഡ് ഫോം ആൻഡ് വി ക്യാൻ സി ദ സെൽ ഓർഗനൽസ് ഇറ്റ് വിൽ ഡിസപ്പിയർ. സെൽ ഓർഗനൽസ് ഏതൊക്കെയാ? Golgi apparatus, endoplasmic reticulum, lysosome, vacuole, plastid ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിഡ്, മൈറ്റോകോൺട്രിയ ഇതൊന്നും കാണാനുണ്ടാവില്ല. പിന്നെ നമ്മൾ ആ സെല്ലിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ന്യൂക്ലിയസ് ഇറ്റ് ഈസ് സംവാട്ട് ഡിസ്റപ്റ്റഡ് ഫോം. ന്യൂക്ലിയർ മെംബ്രെയിൻ പതുക്കെ ഡിസ്റപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ആയി പോകുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ക്രോമസോം കണ്ടൻസ് ചെയ്ത് തുടങ്ങി ഏകദേശം കണ്ടൻസേഷനൊക്കെ കഴിയാറായ രീതിയിലായിരിക്കും. അതുപോലെ സ്പിൻഡിൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഈ സെൻട്രോസോം വന്നിട്ട് ഒരു പോളിൽ നിന്ന് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനകത്തുനിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു, അതായത് ആസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയും. Now this is the stage of prophase we can see, and we will not be able to see any cell organelles in this. Now we can see it is after this it enters into next stage, that is metaphase. അടുത്ത നമുക്ക് മെറ്റാഫേസിലേക്ക് സെല്ല് എൻ്റർ ചെയ്യുന്ന കാണാം. Metaphase stage in which we will not be able to see any nuclear membrane complete disappear ആയിപ്പോ. പിന്നെ അതിൻ്റെ സെൽ ഓർഗനൽസ് ഒന്നും കാണാനില്ലല്ലോ. സെൽ ഓർഗനൽസ് ഓൾറെഡി അതിൻ്റെ പെരിഫറിയിലേക്ക് നീങ്ങി കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സെൽ ഓർഗനൽസ് ഒന്നും കാണാനുണ്ടാവില്ല. സ്പിൻഡൽ ഫൈബേഴ്സ് വിൽ ബി എലോങ്ങേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് അറ്റാച്ചിങ് ഇൻ ദ കൈനറ്റോകോർ ഓഫ് ഈച്ച് ക്രോമസോം. ഓരോ ക്രോമസോമിൻ്റെയും ആ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ജോയിൻ ചെയ്തിരിക്കുന്ന കൈനറ്റോകോർ സെൻട്രോമിയർ റീജിയൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഓരോ സ്പിൻഡൽ ഫൈബേഴ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. Okay, and we can see this spindle fibers, it will reach to opposite pole and it will align these all chromosomes in the equator region of the cell. Cell in the equator region എന്ന് പറഞ്ഞാൽ സെൻറ്റർ റീജിയനിൽ വന്നിട്ട് ഈ പറയുന്ന എല്ലാ ക്രോമസോംസിനെയും കൊണ്ട് അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ മെറ്റാഫേസിലേക്ക് എൻറ്റർ ചെയ്തതിന് ശേഷമാണ് ക്രോമസോം വിൽ ബി കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ്. ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എവിടെയാണ്? മെറ്റാഫേസിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രോമസോമിനെ പറ്റി സ്റ്റഡി ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ആ മെറ്റാഫേസ് സ്റ്റേജിൽ സ്റ്റഡി ചെയ്യായിരിക്കും. ഓക്കെ, മെറ്റാഫേസ് സ്റ്റേജിലാണ് ക്രോമസോം ഏറ്റവും കൂടുതൽ കണ്ടൻസ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നത്. സോ വി ക്യാൻ സ്റ്റഡി ദ ക്രോമസോം വെരി ക്ലിയർലി ഡ്യൂറിങ് ദ മെറ്റാഫേസ് സ്റ്റേജ്. ആൻഡ് വി ക്യാൻ സി മെറ്റാഫേസ് സ്റ്റേജിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് കുറച്ചും കൂടെ എലോങ്ങേറ്റ് ചെയ്ത് വി ക്യാൻ സി ദി സ്പിൻഡിൽ ഫൈബേഴ്സ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ഇൻ ദ സെല്ല് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരയ്ക്കുന്നത്. ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് ഐ എം ജസ്റ്റ് ഡ്രോയിങ് ലൈക്ക് ദിസ് സ്പിൻഡിൽ ഫൈബർ. ഞാൻ ഈ കൈ കാണിച്ചേക്കുന്ന ഈ സാധനം തന്നെയാണ് ഈ റൗണ്ടിൽ വരച്ചിട്ടുള്ളത്. സോ ദിസ് വിൽ ബി അറ്റാച്ച്ഡ് ടു ദ സെൻട്രോമിയർ റീജിയൻ ലൈക്ക് ദിസ്. ഇങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി പുള്ളിങ് ഈച്ച് ക്രോമസോം ടു ദ it will pull each chromosome to the equator region. ഈ സ്പിൻഡിൽ ഫൈബർ ഇവിടുന്ന് ഈ സെൻട്രോസോം ഇവിടുന്ന് വന്നിട്ട് ഈ സൈഡിലേക്ക് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി അറ്റാച്ച്ഡ് വിത്ത് ദ ഇങ്ങനെ ഒരു ഇക്വേറ്റർ റീജിയനിലെ മെറ്റാഫേസ് പ്ലേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഈ സ്പിൻഡൽ ഫൈബേഴ്സിന് കൈനറ്റോകോറിനോട് നല്ല അഫിനിറ്റി ഉണ്ട്. കൈനറ്റോകോറും തമ്മിൽ നല്ല അഫിനിറ്റി ഉണ്ട്. പക്ഷേ സ്പിൻഡൽ ഫൈബേഴ്സ് ഇറ്റ് ഹാസ് മോർ അഫിനിറ്റി ടുവേർഡ്സ് ദ കൈനറ്റോകോർ ദാൻ കൈനറ്റോകോർ അഫിനിറ്റി. കൈനറ്റോകോറും തമ്മിലുള്ള അഫിനിറ്റിനേക്കാൾ കൂടുതലായിരിക്കും
spindle fibers in the affinity towards the kinetochore. Okay, so we can see at the last stage or late metaphase, we can see this chromosomes are arranged with its sister chromatid in the equator region, and it form a metaphase plate, and where the spindle fibers are attached to the centromere of each chromosome, and this is ready to separate the sister chromatids now. അപ്പോൾ മെറ്റാഫേസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആവും, ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ് ഡിസപ്പിയർ ആവും, അതിൻ്റെ സെൽ ഓർഗനൽസ് വന്നിട്ട് ബാക്കി സെൽ ഓർഗനൽസ് മുഴുവൻ പെരിഫറിയിലേക്ക് അറേഞ്ച് ചെയ്യും. അതുപോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് സെൻട്രോസോമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ലെങ്ത് കൂടും. സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് ഓരോ ക്രോമസോമിൻ്റെ കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്യും. അതേപോലെ തന്നെ ആ സെൻട്രോസോം വന്നിട്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുകയും ഈ പറയുന്ന ക്രോമസോം വിത്ത് ഇറ്റ് സിസ്റ്റർ ക്രോമാറ്റിഡിനെ മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇക്വേറ്റർ റീജിയനിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇക്വേറ്റർ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജാണ് ലേറ്റ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. Now it is ready to move to the next stage. Now you see, first stage spindle fiber attached to the chromatin thread. Second stage it is arranged in the equator plane. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്രോമസോം കാണാൻ കഴിയുന്നത് മെറ്റാഫേസ് സ്റ്റേജിലാണ്, ബിക്കോസ് maximum condensation it occurs in the metaphase stage. Okay, so this is all about the metaphase stage. Now we will see the next stage, that is anaphase. Anaphase stage, in which we can see the centrosome is withdrawing its spindle fibers back to that region, centrosome. അതായത് സെൻട്രിയോൾ, അതായത് സെൻട്രിയോളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സിനെ അത് തിരിച്ചു സെൻട്രിയോളിലേക്ക് പിടിച്ചു വലിക്കും. So what happened? This spindle fibers, it will not leave the kinetochore protein or the sister chromatid. It will just drag the sister chromatid into each pole. ഓരോ പോളിലേക്കും അത് ഡ്രാഗ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കൈനറ്റോകോർ എവിടെയാണോ ഇരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ക്രോമസോമിനെ മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, എക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക് എന്ന് ഡിവൈഡ് ചെയ്യാന്ന് അല്ലേ. സോ മെറ്റാസെൻട്രിക് it will show V shape when it is getting separated during anaphase. Submetacentric it will show L shape when it is separating during the anaphase. Acrocentric it will show J shape when it is separated during anaphase, and telocentric it will show I shape when it is getting separated during anaphase. അതുകൂടി ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. So here we will see during anaphase we can see their sister chromatids are getting separated into each pole, or it is getting separated into opposite pole. So here we can say this is the cell and the chromatin threads, it is arranged like this. This is a centromere, it is present in the center region, and another chromosome I am just showing here. This is metacentric, like the centromere it is present little away from the center region, and next one I am showing that is like this, it is acrocentric, it is more away from the center region, and another one which I am showing, the centrosome, it is centromere, it is present in the telomere region. See this here. So here when the centrosome release the spindle fiber, it is attached to the kinetochore region like this from both the sides. During the separation, what happened? See here, during the separation, the first chromosome when it is separated, the first chromosome when it is getting separated, we can see it will be showing, or it will be dragging its tail towards the equator region, and its centromere region will be facing towards the polar region. അല്ലേ, ഇതിൻ്റെ centromere region ഇങ്ങടെ ഈ പോളിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടും അതിൻ്റെ ടെയിൽ വന്നിട്ട് ഡ്രാഗ് ചെയ്യുന്നത് അതിൻ്റെ ഇക്വേറ്റർ റീജിയനിലേക്ക് ആയിരിക്കും. So this is metacentric. Understand? So when we see this, it is having a V shape, right? Now the next one, if you see, it will be having the length, one is small and another one is big. This has an L shape, this is of metacentric. The next one, right? Then next one, it will be one is very small and another one is big. This is J shape. This is acrocentric. And another one, telocentric, it will be having like this because it is separating the sister chromatid from the telomere region. So like this from both the direction it will be
separated. V shape, metacentric. L shape, submetacentric. J shape, it is acrocentric. I shape, it is telocentric. Okay, understood? So this is the way the chromosomes are getting separated. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് കാണിച്ചു തരാനുള്ള കാരണം ഇനി നിങ്ങൾക്ക് ആ V ഷേപ്പ്, L ഷേപ്പ്, J ഷേപ്പ്, I ഷേപ്പ് ഇത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാനിവിടെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് സെൽ ഡിവിഷൻ പറയുമ്പോൾ സാധാരണ നമ്മളിത് പറഞ്ഞു പോകുന്ന കാര്യമല്ല. എന്നാലും ഞാനിവിടെ കാണിച്ചു തരാനുള്ള കാരണം നമ്മുടെ നീറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ദ സബ്മെറ്റാസെൻട്രിക് ക്രോമസോം ഇറ്റ് ഷോ വിച്ച് ഷേപ്പ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സബ്മെറ്റാസെൻട്രിക് ക്രോമസോം ഇറ്റ് ഷോ L ഷേപ്പ്, acrocentric chromosome it show J shape. അതൊക്കെ ഓർത്തിരുന്നോളൂ. So anaphase, during which we can see the spindle fibers will be withdrawn back to the centrosome. When the spindle fibers go back to centrosome, it will take the sister chromatids into each pole in such a manner the centromere of the sister chromatid will be facing towards the pole and the dragging tail it will be facing towards the equator. We can see like this the sister chromatids are getting separated and we can see in each pole now 46 chromosome in the case of human cell in the case ഈ 46 ക്രോമസോമും ഓരോ പോളിലേക്ക് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ട്. അവർക്ക് ദ കണ്ടന്റ് ഓഫ് ദ DNA ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 2C. നമ്മൾ പറഞ്ഞിട്ടില്ലേ കണ്ടന്റ് ഓഫ് ദ DNA വിൽ ബി ഇൻക്രീസ് ടു 4C, നമ്പർ വിൽ ബി റിമൈനിങ് ആസ് 2N എന്ന് പറഞ്ഞല്ലേ. ഇവിടെ നമുക്ക് കണ്ടന്റ് കൂടുതലായിരുന്നു, അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി 2 ന്യൂക്ലിയസ് ഉണ്ടാക്കാനുള്ള കണ്ടന്റ് DNA നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ 4C content it has been reduced to 2C by separating the sister chromatid because sister chromatids are formed by the replication of the DNA. So here the content of the DNA has been reduced to half and it again became 2C as in the previous stage or as in the parental cell ne pole adu reduce ചെയ്തിട്ട് 2C തന്നെയായിട്ട് മാറി. We got this chromosomes got separated into 2 poles. This is anaphase. Now we can see telophase. Telophase is nothing but reverse of prophase. Prophase ന്റെ നേരെ റിവേഴ്സ് ആണ് telophase എന്ന് പറയുന്നത്. Yes, telophase എന്ന് പറയുന്നത്. Telophase in which we can see this chromosome it has been moved to 2 poles that will undergo decondensation. എന്താ ഡീകണ്ടൻസേഷൻ എന്ന് പറയുന്നത്? നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ പതുക്കെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. കാരണം എന്താ അവിടെ ഡീകണ്ടൻസേഷൻ നടക്കാൻ പോവാണ്. കണ്ടൻസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ യൂസ് ചെയ്തത്. അത് ഡീഗ്രേഡ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്രോമാറ്റിൻ ത്രെഡായിട്ട് നമുക്ക് ഈ ഓരോ ക്രോമസോമും ക്രോമാറ്റിൻ ത്രെഡായിട്ട് മാറുന്ന കാണാം. ഈ ക്രോമാറ്റിഡ്സ് ആയിരിക്കും നമ്മുടെ ഓരോ പോളിൽ ഉണ്ടാവുന്നതും. അതേപോലെ വി ക്യാൻ സി it is the nuclear membrane start appearing. Prophase nuclear membrane start disappearing, we could see, right? Here the nuclear membrane again it will start, all the cell organelles will start appearing. എല്ലാ സെൽ ഓർഗനൽസും അവിടെ അപ്പിയർ ചെയ്യാനും തുടങ്ങും ഏതില് ടീലോഫേസിൽ. സോ ടീലോഫേസ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ റിവേഴ്സ് പ്രോഫേസ്. പ്രോഫേസിൽ DNA കണ്ടൻസേഷൻ നടന്നെങ്കിൽ ടീലോഫേസിലെ DNA ഡീകണ്ടൻസേഷൻ നടന്നു. ന്യൂക്ലിയർ എൻവലപ്പ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാണ് പ്രോഫേസിൽ ചെയ്തെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് വീണ്ടും ഫോം ചെയ്തു ടീലോഫേസിൽ. അതേപോലെ തന്നെ സെൽ ഓർഗനൽസ് ഡിസപ്പിയർ ചെയ്യാണ് പ്രോഫേസിൽ ചെയ്തെങ്കിൽ സെൽ ഓർഗനൽസ് എല്ലാം റീഓർഗനൈസ് ചെയ്തു അല്ലെങ്കിൽ വീണ്ടും അപ്പിയർ ചെയ്തു എന്തിനകത്ത് ടീലോഫേസിൽ. സോ ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ സെൽ സൈക്കിൾ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നോട്ട് സെൽ സൈക്കിൾ, 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കാരിയോകൈനസിസ്. പ്രോഫേസ് 4 സ്റ്റേജ്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രോഫേസിൽ വന്നിട്ട് DNA കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്രോമാറ്റിൻ ത്രെഡിന്റെ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ക്രോമസോംസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ക്രോമസോം വിത്ത് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ് ആയിട്ട് അറേഞ്ച് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് മെറ്റാഫേസിലാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യും, ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ബി കണ്ടൻസ്ഡ് ഡ്യൂറിങ് ദ പ്രോഫേസ്. ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ചെയ്യും, ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. ഡിസപ്പിയർ ചെയ്യല്ല,
ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. സെൽ ഓർഗനൽസിനെ ഒന്നും കാണാൻ വയ്യാത്തൊരു സ്റ്റേജിലേക്ക് എത്തും. അതേപോലെ തന്നെ സെൻട്രോസോം ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് ടുവേഴ്സ് ഓപ്പോസിറ്റ് പോൾ ബൈ പ്രൊഡ്യൂസിങ് ദ സ്പിൻഡിൽ ഫൈബേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സെൻട്രോസോം ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു മെറ്റാഫേസ്. മെറ്റാഫേസ് സ്റ്റേജിൽ DNA കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ക്രോമസോമിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള സ്റ്റേജ് മെറ്റാഫേസ് സ്റ്റേജാണ്. അതേപോലെ നമ്മൾ മെറ്റാഫേസിൽ നോക്കിയാൽ ന്യൂക്ലിയർ എൻവലപ്പ് കാണാനേ ഉണ്ടാവില്ല. ആ എൻ്റർ സൈറ്റോപ്ലാസം നോക്കുമ്പോൾ നമ്മൾ ന്യൂക്ലിയസ് പോലെ ആയിരിക്കും ഇരിക്കുക. സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഒന്നും കാണാൻ കിട്ടില്ല. അതേപോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് ആ ഓരോ സിസ്റ്റർ ക്രോമസോമിൻ്റെ സെൻട്രോമിയർ റീജിയനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, കൈനറ്റോകോർ ഇരിക്കുന്നിടത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ലേറ്റ് മെറ്റാഫേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഈ സെൻട്രോസോം കംപ്ലീറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നതും ഓരോ ക്രോമസോമിനെയും വിത്ത് ഇറ്റ് സിസ്റ്റർ ക്രോമാറ്റിഡ് ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഇക്വേറ്റർ റീജിയനിൽ മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. നെക്സ്റ്റ് അത് എൻ്റർ ചെയ്യുന്ന ഫേസ് ആണ് അനാഫേസ് സ്റ്റേജ്. അനാഫേസ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാം സ്പിൻഡിൽ ഫൈബേഴ്സ് പതുക്കെ സെൻട്രോസോമിലേക്ക് വിഡ്രോ ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് സെൻട്രോസോമിലേക്ക് വിഡ്രോ ചെയ്യും. അതേപോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ ഡ്രാഗ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഈ സമയത്താണ് നമുക്ക് ശരിക്കും ഈ വി ഷേപ്പ്, എൽ ഷേപ്പ്, ജെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്രോമസോമിനെ കാണാൻ കഴിയുക. ഓക്കെ, ഇതാണ് ഇതിനകത്ത് മെറ്റാഫേസ് സ്റ്റേജിൽ അനാഫേസ് സ്റ്റേജിൽ കാണാൻ കഴിയുക. ടീലോഫേസ് സ്റ്റേജ് എന്ന് പറയുന്നത് റിവേഴ്സ് പ്രോഫേസ് ആണ്. റിവേഴ്സ് പ്രോഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DNA കണ്ടൻസേഷൻ നടക്കുക, അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ ഡീകണ്ടൻസേഷൻ നടക്കുക, ന്യൂക്ലിയർ എൻവലപ്പ് തിരിച്ച് ഫോം ചെയ്യുക, അതേപോലെ തന്നെ സെൽ ഓർഗനൽസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് ടീലോഫേസിൽ നടക്കുക. സോ ദ കാരിയോകൈനസിസ് ഇറ്റ് വിൽ ബി സീൻ ഇൻ ദ ടീലോഫേസ്. ഓക്കെ.